So next topic is dihybrid cross. We discussed about monohybrid cross, right? Then what is this dihybrid cross? That is, it is the cross between two plants differing in two characters. രണ്ട് ക്യാരക്ടർ പേരിൽ ഡിഫറൻസ് കാണിക്കുന്ന പ്ലാന്റ്സിനെ ക്രോസ് ചെയ്യുന്ന മെത്തേഡാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഫോർ എക്സാമ്പിൾ, ക്രോസിംഗ് എ ടോൾ പ്ലാന്റ് ഹാവിംഗ് റൗണ്ട് സീഡ് വിത്ത് ഡ്വാർഫ് പ്ലാന്റ് ഹാവിംഗ് റിങ്കിൾഡ് സീഡ്. റൗണ്ട് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടോൾ പ്ലാന്റിനെ റിങ്കിൾഡ് സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്വാർഫ് പ്ലാന്റുമായി ക്രോസ് ചെയ്യുന്നത് ഒരു ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. ഓക്കെ, സോ ഡൈഹൈബ്രിഡ് ക്രോസ് മീൻസ് ദ ക്രോസ് ബിറ്റ്വീൻ ടു പ്ലാന്റ്സ് ഡിഫറിംഗ് ഇൻ ടു ക്യാരക്ടേഴ്സ്. എക്സാമ്പിൾ നോക്കാം. മെൻഡൽ സെലക്ട് ചെയ്ത പാരന്റ് പ്ലാന്റ്സ് ആണ് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ് ആൻഡ് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. That is, Mendel crossed pea plants that differed in two characters. Example, cross between tall pea plant having round seed with dwarf pea plant having wrinkled seed. Mendel found that the F1 plant was tall pea plant having round seed. F1 generationil kittiya plants okayum tall plant with round seed ആയിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയാം അല്ലേ? What is the reason? Tall is dominant over dwarf and round is dominant over wrinkled. So these results were identical to those that he got when he made separate monohybrid cross between tall and dwarf and round and wrinkled seeded plants. Tall ആണ് dominant, dwarf recessive ആണ്. Round ആണ് dominant character, wrinkled recessive ആണ്. Tall and dwarf പ്ലാന്റും round and wrinkled seedും ഇവയെ സെപ്പറേറ്റ് മോണോഹൈബ്രിഡ് ക്രോസ് നടത്തിയപ്പോൾ കിട്ടിയ അതേ റിസൾട്ടാണ് ഇവിടെ ഫസ്റ്റ് ജനറേഷനിൽ കണ്ടത്. ദാറ്റ് ഈസ് ഫസ്റ്റ് ജനറേഷൻ ഷോ ഓൺലി ഡോമിനൻറ്റ് ക്യാരക്ടർ. ദാറ്റ് ഈസ് വൈ ഹി ഗോട്ട് ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. നെക്സ്റ്റ് ഹി സെൽഫ് പോളിനേറ്റഡ് ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സ്. ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സിൽ സെൽഫ് പോളിനേഷൻ നടത്തി. ആൻഡ് വാട്ട് വാസ് ദ റിസൾട്ട് ദാറ്റ് ഹി ഗോട്ട്? വാട്ട് ഓൾ പ്ലാന്റ്സ് ഹി ഗോട്ട് ഇൻ സെക്കൻഡ് ജനറേഷൻ? സെക്കൻഡ് ജനറേഷനിൽ കിട്ടിയ പ്ലാന്റ്സ് ഏതൊക്കെയായിരുന്നു? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്. ഇത് രണ്ടും പാരന്റിൻ്റെ ക്യാരക്ടേഴ്സ് ആണ് അല്ലേ? ബട്ട് ടു ഹിസ് സർപ്രൈസ് ഹി ഗോട്ട് സം ന്യൂ ക്യാരക്ടേഴ്സ് ഓൾസോ. ദേ ആർ ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് ആൻഡ് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഇതാണ് പുതിയതായിട്ട് കിട്ടിയ പ്ലാന്റ്സ്. ടോൾ പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ് ആൻഡ് ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ഹൗ ഈസ് ദിസ് പോസിബിൾ? എങ്ങനെയാണ് പുതിയ ക്യാരക്ടേഴ്സ് ഫോം ചെയ്തത്? വി നീഡ് ടു ഫൈൻഡ് ദാറ്റ്, റൈറ്റ്? ഫോർ ദാറ്റ് ലെറ്റ് us see the genotype symbols. We can take capital T for dominant tall height. Dominant tall height സൂചിപ്പിക്കുന്ന അലീലാണ് ക്യാപിറ്റൽ T. Small t for recessive dwarf height. Capital R for dominant round shape. Small r for recessive wrinkled shape. സോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സെലക്ട് ചെയ്യുന്നത് ഡോമിനൻറ്റ് ക്യാരക്ടേഴ്സിനാണ്, സ്മോൾ ലെറ്റേഴ്സ് സെലക്ട് ചെയ്യുന്നത് റെസസീവ് ക്യാരക്ടേഴ്സിനാണ്. സോ ദ ജീനോടൈപ്സ് ഓഫ് പാരൻസ് ആർ ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്. ജീനോടൈപ്പ് ഏതാണ്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡിൻ്റെ ജീനോടൈപ്സ് സ്മോൾ ടി സ്മോൾ ടി, സ്മോൾ ആർ സ്മോൾ ആർ. പാരൻറ്റ് പ്ലാന്റ്സ് ഏതൊക്കെയാണ്? ടോൾ പ്ലാന്റ് വിത്ത് റൗണ്ട് സീഡ്, റൗണ്ട് സീഡുള്ള ടോൾ പ്ലാന്റും ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡ്, റിങ്കിൾഡ് സീഡുള്ള ഡ്വാർഫ് പ്ലാന്റുമാണ് പാരൻസ്. സോ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ഡ്വാർഫ് പ്ലാന്റ് വിത്ത് റിങ്കിൾഡ് സീഡിൻ്റെ ജീനോടൈപ്പാണ് സ്മോൾ ടി സ്മോൾ ടി, സ്മോൾ ആർ. കാരണം റെസസീവ് ക്യാരക്ടേഴ്സ് ആണ് ഡ്വാർഫ് ആൻഡ് റിങ്കിൾഡ്. ഫസ്റ്റ് പാരൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമറ്റ്സ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആയിരിക്കും. ഓക്കെ, സോ ബോത്ത് അലീൽസ് ആർ പ്രസൻറ്റ്. ആൻഡ് സെക്കൻഡ് പാരൻറ്റ് പ്രൊഡ്യൂസ് ഗാമെറ്റ്സ് സ്മോൾ ടി സ്മോൾ ആർ. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ജനറേഷനിൽ കിട്ടുന്ന പ്ലാന്റ്സ് ഒക്കെയും എന്താണ്? ടോൾ പ്ലാന്റ് ഹാവിങ് റൗണ്ട് സീഡ് ആണ്. സോ ജീനോ ടൈപ്പ് ഏതായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ. സോ ദിസ് ഈസ് ദ ജീനോ ടൈപ്പ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സ്. മെൻഡൽ ഹാഡ് സം ക്വസ്റ്റ്യൻസ് ഓർ ഡൗട്ട്സ് റിഗാർഡിംഗ് ദിസ് ക്രോസ്. സോ ഈ ക്രോസിനെ ബേസ് ചെയ്ത് മെൻഡലിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു ഡൗട്ട്സ് എന്ന് നോക്കാം. വെദർ ദ അലീൽസ് ഓഫ് ഡിഫറെൻറ്റ് ജീൻസ് ആർ ട്രാൻസ്മിറ്റഡ് ടുഗെദർ ഡ്യൂറിങ് ഗാമിറ്റ് ഫോർമേഷൻ. സെക്കൻഡ് ജനറേഷനിൽ ഗാമിറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ജീൻസിൻ്റെ അലീൽസ് ഒന്നിച്ചാണോ ഗാമിറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അതായിരുന്നു ആദ്യത്തെ സംശയം.
That is, will capital T and capital R always transmitted together? ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ ആറും ഒന്നിച്ചാണോ എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? വിൽ സ്മോൾ ടി ആൻഡ് സ്മോൾ ആർ ഓൾവേസ് ട്രാൻസ്മിറ്റഡ് ടുഗെദർ? സ്മോൾ ടി ആൻഡ് സ്മോൾ ആർ ഒന്നിച്ചാണോ എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഓർ ദ അലീൽസ് ഓഫ് ഡിഫറെൻറ്റ് ജീൻസ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ? ഡിഫറെൻറ്റ് ജീൻസിൻ്റെ അലീൽസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അതായത് മറ്റൊരു അലീലിനെ ഡിപ്പെൻഡ് ചെയ്യാതെയാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇതൊക്കെയായിരുന്നു മെൻഡലിൻ്റെ സംശയങ്ങൾ. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സിനെ സെൽഫിങ് ചെയ്യാം. സോ സെൽഫിങ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ ഏത് പ്ലാന്റ് ആണ്? ടോൾ പ്ലാന്റ് ഹാവിങ് റൗണ്ട് സീഡ്. ദാറ്റ് ഈസ് ഇറ്റ്സ് ജീനോടൈപ്പ് ഈസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ് ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്. അതിനെ സെൽഫ് പോളിനേഷൻ ചെയ്യാം. സോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആറിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്നത് ഹൈറ്റിൻ്റെ അലീൽസ് ആണ്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്നത് സീഡ് ഷേപ്പിൻ്റെ അലീൽസ് ആണ്. ഇസിൻ്റ് ഇറ്റ്? ഇനി ഈ ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമെറ്റ്സ് ഏതൊക്കെയായിരിക്കും? എങ്ങനെയായിരിക്കും ഗ്യാമെറ്റ് ഫോം ചെയ്യുക? ഹൗ ഗ്യാമെറ്റ്സ് ആർ ഫോമഡ് ഫ്രം ദിസ് പ്ലാന്റ്സ്? ദർ ആർ ടു പോസിബിലിറ്റീസ്. രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. അതിൽ ആദ്യത്തെ പോസിബിലിറ്റി 1 എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ദ അലീൽസ് ഓഫ് ഡിഫറെൻറ്റ് ജീൻസ് സ്റ്റേ ടുഗെദർ വെൻ ഗ്യാമെറ്റ്സ് ആർ ഫോമഡ്. ഗ്യാമെറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ജീൻസിൻ്റെ അലീൽസ് ഒന്നിച്ച് പാക്ക് ചെയ്യപ്പെട്ടു. ദാറ്റ് ഈസ് ദേ സ്റ്റേ ടുഗെദർ. ഇതാണ് ഒരു പോസിബിലിറ്റി എങ്കിൽ എങ്ങനെയായിരിക്കും ഗ്യാമെറ്റ് ഫോം ചെയ്തിട്ടുണ്ടാവുക? അതാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. വിച്ച് ഓൾ ഗ്യാമെറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ഇഫ് ദ അലീൽസ് ഓഫ് ഡിഫറെൻറ്റ് ജീൻസ് പാക്ക് ടുഗെദർ ഓർ സ്റ്റേ ടുഗെദർ? അങ്ങനെയാണെങ്കിൽ F1 ജനറേഷൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാമെറ്റ്സ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടി സ്മോൾ ആർ ആയിരിക്കും. ടോൾ അലീലും റൗണ്ട് അലീലും ഒന്നിച്ച് പാക്ക് ചെയ്തു. ഡ്വാർഫ് അലീലും റിങ്കിൾഡ് അലീലും ഒന്നിച്ച് പാക്ക് ചെയ്തു. ഇവിടെയും ഇതേപോലെ ഗ്യാമെറ്റ്സ് ഫോം ചെയ്തു. ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആൻഡ് അനദർ ഗ്യാമെറ്റ് സ്മോൾ ടി സ്മോൾ ആർ. ദാറ്റ് ഈസ് ഓൺലി 2 types ഓഫ് ഗ്യാമെറ്റ്സ് ആർ ഫോമഡ്. ഒരു പാരൻറ്റ് 2 ടൈപ്പ് ഗ്യാമെറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ടി സ്മോൾ ആർ ആൻഡ് alleles of tall height always together with alleles of round shape. ടോൾ ഹൈറ്റിൻ്റെ അലീൽസും റൗണ്ട് ഷേപ്പിൻ്റെ അലീൽസും ഒന്നിച്ചാണ് പാക്ക് ചെയ്തത്. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ. അലീൽസ് ഓഫ് ഡ്വാർഫ് ഹൈറ്റ് ഓൾവേസ് ടുഗെദർ വിത്ത് അലീൽസ് ഓഫ് റിങ്കിൾഡ് ഷേപ്പ്. ഡ്വാർഫ് ഹൈറ്റ് അലീൽസും റിങ്കിൾഡ് ഷേപ്പ് അലീൽസും ഒന്നിച്ചാണ് പാക്ക് ചെയ്തത്. ദാറ്റ് ഈസ് സ്മോൾ ടി സ്മോൾ ആർ. ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് ഗ്യാമെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് അലീൽസ് പാക്ക് ചെയ്യപ്പെട്ടതെങ്കിൽ എങ്ങനെയുള്ള സെക്കൻഡ് ജനറേഷൻ ആയിരിക്കും ഫോം ചെയ്യുക? അതാണ് നമ്മൾ നെക്സ്റ്റ് ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. യു ക്യാൻ റൈറ്റ് ദ മെയിൽ ഗാമെറ്റ്സ് ഹിയർ ആൻഡ് ഫീമെയിൽ ഗാമെറ്റ്സ് ഹിയർ ആൻഡ് ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്സ്. ഈ 2 ഗ്യാമെറ്റ്സ് ഫ്യൂസ് ചെയ്താൽ നെക്സ്റ്റ് കിട്ടുന്ന പ്ലാന്റ് ടോൾ റൗണ്ട് ആയിരിക്കും. ദാറ്റ് ഈസ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. നെക്സ്റ്റ് ഇത് 2 ഗ്യാമെറ്റ്സ് ആണ് ഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതും ടോൾ റൗണ്ട് പ്ലാന്റ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതും ടോൾ റൗണ്ട് പ്ലാന്റ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ what is that? സ്മോൾ ടി സ്മോൾ ആർ ഡ്വാർഫ് റിങ്കിൾഡ് പ്ലാന്റ്സ് ആണ് ഫോം ചെയ്തത്. ഫസ്റ്റ് പോസിബിലിറ്റി കറക്റ്റ് ആയിരുന്നെങ്കിൽ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ജീൻസിൻ്റെ അലീൽസ് ഒന്നിച്ചാണ് പാക്ക് ചെയ്തതെങ്കിൽ സെക്കൻഡ് ജനറേഷനിൽ കിട്ടുന്ന പ്ലാന്റ്സ് ടോൾ റൗണ്ട് ആൻഡ് ഡ്വാർഫ് റിങ്കിൾഡ് ആയിരിക്കും. ബട്ട് മെൻഡൽ ഗോട്ട് സം അതർ പ്ലാന്റ്സ് ഓൾസോ അല്ലേ? മെൻഡലിന് ഏതൊക്കെ പ്ലാന്റ്സ് കൂടി കിട്ടി? ടോൾ റിങ്കിൾഡ് ആൻഡ് ഡ്വാർഫ് റൗണ്ട്. സോ നമുക്ക് സെക്കൻഡ് പോസിബിലിറ്റി കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. പോസിബിലിറ്റി 2, the alleles of different genes do not stay together when gametes are formed. ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സ് ഗാമെറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ഡിഫറെൻറ്റ് ജീൻസിൻ്റെ അലീൽസ് ഒന്നിച്ചല്ല പാക്ക് ചെയ്യപ്പെടുന്നതെങ്കിൽ, അതായത് അങ്ങനെ ഒന്നിച്ചല്ലാതെയും ഗാമെറ്റ്സ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ വിച്ച് ഓൾ ആർ ദ ഗാമെറ്റ്സ്? അതിൽ ഒരു പാരന്റ് പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമെറ്റ്സ് ഏതൊക്കെ വരാം? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ വരാം, ക്യാപിറ്റൽ ടി സ്മോൾ ആർ വരാം. അതായത് ടോൾ അലീലിൻ്റെ കൂടെ റിങ്കിൾഡ് അലീൽ വന്നു. സ്മോൾ ടി ക്യാപിറ്റൽ ആർ വരാം. ഡ്വാർഫ് അലീലിൻ്റെ കൂടെ റൗണ്ട് അലീൽ വന്നു. ആൻഡ് സ്മോൾ ടി സ്മോൾ ആർ. ദാറ്റ് മീൻസ് ടോളിൻ്റെ കൂടെ റിങ്കിൾഡ് കൂടി പാക്ക് ചെയ്യപ്പെട്ടു, ഡ്വാർഫിൻ്റെ കൂടെ റൗണ്ട് കൂടി പാക്ക് ചെയ്യപ്പെട്ടു. ഇങ്ങനെയാണ് പോസിബിലിറ്റി എങ്കിൽ സെക്കൻഡ് പാരന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും സെയിം ഗാമെറ്റ്സ് ആണ്.
That is, 4 types of gametes are formed. They behave independently of each other. ഇങ്ങനെയാണെങ്കിൽ എത്ര ഗാമെറ്റ്സ് ഫോം ചെയ്യും? ഒരു പാരന്റ് പ്ലാന്റ് 4 ഗാമെറ്റ്സ് ഫോം ചെയ്യും. അലീൽസ് ഓഫ് ടോൾ ഹൈറ്റ് ക്യാൻ പെയർ വിത്ത് അലീൽസ് ഓഫ് റിങ്കിൾഡ് ഷേപ്പ്. ടോൾ ഹൈറ്റിൻ്റെ അലീൽസും റിങ്കിൾഡ് ഷേപ്പിൻ്റെ അലീൽസും ഒന്നിച്ച് പെയർ ചെയ്യാം. ക്യാപിറ്റൽ ടി സ്മോൾ ആർ ഒന്നിച്ച് വരാം. അലീൽസ് ഓഫ് ഡ്വാർഫ് ഹൈറ്റ് ക്യാൻ പെയർ വിത്ത് അലീൽസ് ഓഫ് റൗണ്ട് ഷേപ്പ്. ഡ്വാർഫ് ഹൈറ്റ് അലീലും റൗണ്ട് ഷേപ്പ് അലീലും ഒന്നിച്ച് വരാം. സ്മോൾ ടി ക്യാപിറ്റൽ ആർ. So that means the alleles are not depending each other. They are independently moving to the gametes. നെക്സ്റ്റ് മെൻ്റൽ ഇതൊരു ലോ ആയി പ്രപ്പോസ് ചെയ്തു. ഓക്കെ, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നമ്മളത് ലാസ്റ്റിൽ ഡിസ്കസ് ചെയ്യും. ദാറ്റ് ഈസ് ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്സ് ടോൾ പ്ലാൻ വിത്ത് റൗണ്ട് സീഡ് ആണ്. നെക്സ്റ്റ് സെൽഫിങ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ്. ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റിനെ സെൽഫ് പോളിനേഷൻ നടത്തിയാൽ എന്തൊക്കെയാണ് ഗാമെറ്റ്സ് എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇസ്n't it? സോ ഇതൊക്കെയാണ് മെയിൽ ഗാമെറ്റ്സ്. ദേ ആർ capital T capital R, capital T small t capital R, small t small r. ഏതൊക്കെയാണ് ഫീമെയിൽ ഗാമെറ്റ്സ്? ദേ ആർ capital T capital R, capital T small t capital R and small t small r. F2 പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പന്നെറ്റ് സ്ക്വയർ വരയ്ക്കാം. അതിനുശേഷം ഗാമെറ്റ്സ് എഴുതാം, മെയിൽ ഗാമെറ്റ്സ്, ആൻഡ് ഹിയർ യു ക്യാൻ റൈറ്റ് ദ ഫീമെയിൽ ഗാമെറ്റ്സ്. And after that we can find out which are the plants that are formed in second generation. So this is the first box, and ഇത് രണ്ട് ഗാമെറ്റ്സ് ആണ് ഫെർട്ടിലൈസേഷൻ നടന്നതെങ്കിൽ what happens? Capital T capital R ജിനോടൈപ്പുള്ള പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യും. And what is its phenotype? Tall plant having round seed. Capital T വന്നാൽ tall and capital R വന്നാൽ round. And next one, ഈ രണ്ട് ഗാമെറ്റ്സ് ഫെർട്ടിലൈസേഷൻ നടന്നാൽ നെക്സ്റ്റ് ഉണ്ടാവുന്ന പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ ആയിരിക്കും. സോ വാട്ട് ഈസ് ദ ഫിനോടൈപ്പ്? ടോൾ റൗണ്ട്. ക്യാപിറ്റൽ ടി വന്നാൽ ടോൾ, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ റൗണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇത് രണ്ട് ഗാമെറ്റ്സ് ആണ് ഫെർട്ടിലൈസേഷൻ നടന്നതെങ്കിൽ വാട്ട് ഈസ് ദ ജീനോടൈപ്പ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ ടോൾ, ക്യാപിറ്റൽ ആർ വന്നാൽ റൗണ്ട്. സോ ദ ഫിനോടൈപ്പ് ഈസ് ടോൾ പ്ലാന്റ് ഹാവിങ് റൗണ്ട് ഷേപ്പ്ഡ് സീഡ്. ആൻഡ് നെക്സ്റ്റ് പ്ലാൻ, ഇത് രണ്ട് ഗാമെറ്റ്സ് ഫെർട്ടിലൈസ് ചെയ്താൽ ഉണ്ടാവുന്ന പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരിക്കും. ആൻഡ് ദ ഫിനോടൈപ്പ് ഈസ് ടോൾ പ്ലാന്റ് ഹാവിങ് റൗണ്ട് ഷേപ്പ്ഡ് seed. And next plant will be having the genotype capital T and capital R small r. Phenotype is tall plant having round shaped seed. ഇങ്ങനെ ഓരോ പ്ലാന്റ്സിൻ്റെയും ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ സാധിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ എന്തായിരിക്കും? ക്യാപിറ്റൽ ടി സ്മോൾ ആർ. ഇങ്ങനൊരു ജീനോടൈപ്പിക് കോമ്പിനേഷൻ വന്നാൽ ടോൾ റിങ്കിൾഡ് ആയിരിക്കും. ക്യാപിറ്റൽ ടി വന്നാൽ ടോൾ, സ്മോൾ ആർ വന്നാൽ റിങ്കിൾഡ് ഷേപ്പാണ്. ഇതാണ് പുതുതായി ഫോം ചെയ്ത പ്ലാന്റ്. ദാറ്റ് ഈസ് പാരന്റ് ക്യാരക്ടറിൽ നിന്നും ഡിഫറെൻ്റായി ഫോം ചെയ്ത പ്ലാന്റ്. ടോൾ പ്ലാന്റ് ഹാവിങ് റിങ്കിൾഡ് ഷേപ്പ്ഡ് സീഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ഏതായിരിക്കും ജീനോടൈപ്പ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരിക്കും. ആൻഡ് ദ ഫിനോടൈപ്പ് ഓഫ് ദ പ്ലാന്റ് ഈസ് ടോൾ പ്ലാന്റ് ഹാവിങ് റൗണ്ട് ഷേപ്പ്ഡ് സീഡ്. Next plant will be capital T small r. ഇങ്ങനെ വന്നാൽ ഫിനോടൈപ്പ് എന്താണ്? ടോൾ പ്ലാന്റ് ഹാവിങ് റിങ്കിൾഡ് ഷേപ്പ്ഡ് സീഡ്. ഇതും ന്യൂലി ഫോം ചെയ്ത പ്ലാന്റ് ആണ്. നെക്സ്റ്റ് പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ടോൾ പ്ലാന്റ് ഹാവിങ് റൗണ്ട് ഷേപ്പ്ഡ് സീഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ടോൾ പ്ലാന്റ് ഹാവിങ് round shaped seed. And next plant will be having the genotype small t capital R. Okay, so small t വന്നാൽ ഡ്വാർഫ്, ക്യാപിറ്റൽ ആർ വന്നാൽ റൗണ്ട്. സോ ഇതും പുതുതായി ഫോം ചെയ്ത പ്ലാന്റ് ആണ്. ഡ്വാർഫ് പ്ലാന്റ് ഹാവിങ് റൗണ്ട് ഷേപ്പ്ഡ് സീഡ്. ആൻഡ് നെക്സ്റ്റ് വൺ ജീനോടൈപ്പ് ഏതൊക്കെയായിരിക്കും? സ്മോൾ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതും ന്യൂലി ഫോം ചെയ്ത കോമ്പിനേഷൻ ആണ്. ദാറ്റ് ഈസ് ഡ്വാർഫ് പ്ലാന്റ് ഹാവിങ് റൗണ്ട് ഷേപ്പ്ഡ് സീഡ്. ഓക്കെ, ഡ്വാർഫ് പ്ലാന്റ് ഹാവിങ് റൗണ്ട് ഷേപ്പ്ഡ് സീഡ്. ആൻഡ് നെക്സ്റ്റ് വിൽ ബി ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്യാപിറ്റൽ ആർ ആൻഡ് സ്മോൾ ആർ
ഇങ്ങനെയുള്ള ജീനോടൈപ്പ് വന്നാൽ tall plant having round shaped seed. Next genotype will be capital T, small t and small r. ഈ ഒരു ജീനോടൈപ്പിക് കോമ്പിനേഷൻ വന്നാൽ tall plant having wrinkled seed. ഇതും ന്യൂലി ഫോമഡ് പ്ലാന്റ് ആണ് അല്ലേ. tall plant having wrinkled shaped seed. And next plant will be having genotype small t, capital R, small r. So small t വന്നാൽ ഡ്വാർഫ് ആണ്, capital R small r വന്നാൽ റൗണ്ട് ആണ്. ഇതും ന്യൂലി ഫോമഡ് പ്ലാന്റ് ആണ്, പ്ലാന്റ് കോമ്പിനേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ small t, small r. And what is the phenotype? Dwarf plant with wrinkled shaped seed. And these are the plants that are formed in second generation. സെക്കൻഡ് ജനറേഷനിൽ ഫോം ചെയ്ത പ്ലാന്റ്സ് ആണ് ഇതൊക്കെ. പാരൻ്റൽ ക്യാരക്ടേഴ്സ് ഫോം ചെയ്തു, നോൺ പാരൻ്റൽ ക്യാരക്ടേഴ്സും ഫോം ചെയ്തു. പാരൻ്റൽ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ടോൾ പ്ലാന്റ് ഹാവിങ് റൗണ്ട് ഷേപ്പ്ഡ് സീഡ് ആൻഡ് ഡ്വാർഫ് പ്ലാന്റ് ഹാവിങ് റിങ്കിൾഡ് ഷേപ്പ്ഡ് സീഡ്. ഇത് പാരൻ്റൽ ക്യാരക്ടേഴ്സ് ആണ്. പുതുതായി ഫോം ചെയ്ത ക്യാരക്ടേഴ്സ് ആണ് ടോൾ പ്ലാന്റ് ഹാവിങ് റിങ്കിൾഡ് ഷേപ്പ്ഡ് സീഡ് ആൻഡ് ഡ്വാർഫ് പ്ലാന്റ് ഹാവിങ് റൗണ്ട് ഷേപ്പ്ഡ് സീഡ്. സോ സെക്കൻഡ് പോസിബിലിറ്റി ആണ് കറക്റ്റ് അല്ലേ. ദാറ്റ് മീൻസ് ദ അലീൽസ് ഓഫ് ഡിഫറെൻറ്റ് ജീൻസ് ഡു നോട്ട് സ്റ്റേ ടുഗെദർ. സോ ഈ ഒരു സംശയത്തിൻ്റെ ആൻസറാണ് നമ്മളിപ്പോൾ കണ്ടത്. അലീൽസ് ഓഫ് ഡിഫറെൻറ്റ് ജീൻസ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ. ദേ ആർ നോട്ട് ഡിപ്പെൻഡിങ്. ദാറ്റ് ഈസ് ഈച്ച് അലീൽ ഓഫ് എ ക്യാരക്ടർ ക്യാൻ പെയർ വിത്ത് എനി അതർ അലീൽസ് ഓഫ് അതർ ക്യാരക്ടർ. ദാറ്റ് ഈസ് ഒരു ക്യാരക്ടറിൻ്റെ അലീൽസിന് മറ്റൊരു ക്യാരക്ടറിൻ്റെ ഏത് അലീലുമായി വേണമെങ്കിലും പെയർ ചെയ്യാൻ സാധിക്കും. ഫോർ ന്യൂ വാരിയേഷൻസ് ടു ഒക്യൂർ ദിസ് ഹാസ് ടു ഹാപ്പൻ. ദിസ് മീൻസ് ട്രേറ്റ്സ് ക്യാൻ പാസ് ഇൻഡിപെൻഡൻ്റ്ലി. പുതിയ വാരിയേഷൻസ് ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയി ട്രേറ്റ്സ് മൂവ് ചെയ്യണം. സെക്കൻഡ് ജനറേഷൻ പ്ലാന്റ്സിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാം. സോ ഹൗ മെനി ടോൾ റൗണ്ട് പ്ലാന്റ്സ് ആർ ഫോമഡ് ഹിയർ? സോ യു ക്യാൻ കൗണ്ട് ഇറ്റ്. 9 tall round plants are formed. Okay. And how many tall wrinkled plants are formed here? 3 tall wrinkled plants are formed here. And how many dwarf round plants are formed here? 3 dwarf round plants are formed and 1 dwarf wrinkled plant. So the ratio is 9:3:3:1. That is the dihybrid ratio. That is, you can see here tall round plants എത്രയാണ്? 9 പാരൻ്റൽ ക്യാരക്ടർ ആണ് അല്ലേ. tall wrinkled plants and dwarf round plants 3 each and these two are the newly formed character. non parental character ആണ്. dwarf wrinkled 1 that is parent character. So dihybrid phenotypic ratio എന്ന് പറയുന്നത് 9:3:3:1 ആണ്. dihybrid genotypic ratio is 1:2:1:2:4:2:1:2:1. സെക്കൻഡ് ജനറേഷനിൽ ഫോം ചെയ്ത ജിനോടൈപ്സ് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ട് അല്ലേ. അതൊക്കെ കൗണ്ട് ചെയ്താൽ ഈ ഒരു റേഷ്യോ കിട്ടും. ഫൈൻഡിങ്സ് ഓഫ് ഡൈഹൈബ്രിഡ് ക്രോസ്. സോ നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസ് ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു ഡൈഹൈബ്രിഡ് ക്രോസ് കഴിഞ്ഞതിന് ശേഷം മെൻ്റൽ കണ്ടുപിടിച്ച കാര്യങ്ങൾ? ഓൺലി ഡോമിനൻറ്റ് ക്യാരക്ടേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ F1. ജനറേഷനിൽ കാണുന്നുള്ളത് ഡോമിനൻറ്റ് ക്യാരക്ടേഴ്സ് മാത്രമാണ്. പാരൻ്റ് ആൻഡ് നോൺ പാരൻ്റ് ക്യാരക്ടേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ F2. സെക്കൻഡ് ജനറേഷനിൽ പാരൻ്റ് ആൻഡ് നോൺ പാരൻ്റ് ക്യാരക്ടേഴ്സ് ആർ എക്സ്പ്രസ്ഡ്. പാരൻ്റ് ക്യാരക്ടേഴ്സ് ആർ ടോൾ പ്ലാന്റ് ഹാവിംഗ് റൗണ്ട് ഷേപ്പ്ഡ് സീഡ്, ഡ്വാർഫ് പ്ലാന്റ് ഹാവിംഗ് wrinkled shaped seed. നോൺ പാരൻ്റ് ക്യാരക്ടേഴ്സ് ആർ ടോൾ പ്ലാന്റ് ഹാവിംഗ് wrinkled shaped seed, dwarf plant having round shaped seed. Ratio between parent and non-parent is 10:6. Parent character in the ratio 9+1 10 and non-parent characters in the ratio 3+3 6. So based on monohybrid and dihybrid cross, Mendel proposed laws of inheritance. So first one, law of dominance. This is based on monohybrid cross. The characters are controlled by factors. ഓരോ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ഫാക്ടേഴ്സ് ആണ്, ദാറ്റ് ഈസ് ജീൻസ്. ദീസ് ഫാക്ടേഴ്സ് occur in പെയർ ആയിട്ടാണ് ഫാക്ടേഴ്സ് കാണുന്നത്. ആൻഡ് ഇൻ എ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് heterozygous factors, one dominates the other. The dominated one is dominant and the suppressed one is recessive.
ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഗ്യാമേറ്റ്സിൽ ഒരെണ്ണം മറ്റൊന്നിനെ ഡോമിനേറ്റ് ചെയ്യും. ഡോമിനേറ്റ് ചെയ്യുന്നതിന് പറയുന്നത് ഡോമിനൻറ്റ് വൺ ആൻഡ് ദ സപ്രസ്ഡ് വൺ ഈസ് കോൾഡ് recessive. This law is used to explain the expression of only one character in F1 and both in F2. It also explains the proportion of 3:1 obtained in second generation. So this law explains the expression of only one character in first generation and both character in F2 generation. Second law ആണ് law of segregation. This is also based on monohybrid cross. During gamete formation, the two factors of a character will separate from each other and enter into each gamete. Gamete ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ക്യാരക്ടറിൻ്റെ രണ്ട് ഫാക്ടർ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ഫാക്ടറും ഓരോ ഗ്യാമറ്റിലേക്ക് എൻറ്റർ ചെയ്യും. isn't it? So you can see here capital R small r അതിലുള്ള ഓരോ ഫാക്ടേഴ്സും ഓരോ ഗ്യാമറ്റ്സിലേക്ക് എൻറ്റർ ചെയ്തു. And this law is known as law of segregation. And third law is law of independent assortment. This is based on dihybrid cross. When more than one pair of characters are involved in a cross, factor pairs independently segregate from other pair of characters. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു അല്ലേ, ഫാക്ടേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്ത് നെക്സ്റ്റ് ഗ്യാമറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ട്രേറ്റ്സ് പാസ് ഇൻഡിപെൻഡൻ്റ്ലി, ദേ ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ട്രേറ്റ്.